ചോറ്റാനിക്കരയില് പീഡനത്തിന് വിധേയമായി 3-4 ദിവസമായി അബോധാവസ്ഥയിൽ കിടന്ന പെൺകുട്ടി ഇന്ന് മരിച്ചു. ഇത് കേരളത്തിലെ ഇപ്പോഴത്തെ പല പെൺകുട്ടികളും നേരിടുന്ന ഒരു അവസ്ഥ തന്നെയായിട്ട് വരുന്നു. കാരണം എല്ലാവരും 18 വയസ്സും അതിനു മുമ്പ് മുതൽ സ്വതന്ത്രമായിട്ട് നിൽക്കുകയും മറ്റുള്ള സുഹൃത്തുക്കളുമായി സഞ്ചരിക്കുകയും അവരുമായിട്ട് ലിവിങ് ടൂതർ പോലെ കുറേ ദിവസമൊക്കെ ജീവിക്കുകയും മാതാപിതാക്കളെ നിശേഷം വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചോറ്റാനിക്കരയിലെ പെൺകുട്ടിയെ എടുത്തു വളർത്തിയ പെൺകുട്ടിയാണ്. നല്ല സാമ്പത്തികമുള്ളവരായിരുന്നു മാതാപിതാക്കൾ. പിതാവ് ഈ കുട്ടിയുടെ ഈ ഫ്രീ ആയിട്ടുള്ള നടപ്പും ഇൻസ്റ്റഗ്രാമിൽ കൂടെ പല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടു ഒക്കെ നടക്കുന്ന കണ്ടിട്ട് അവർ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. പല സുഹൃത്തുക്കളും ആ വീട്ടിൽ ഈ പെൺകുട്ടിയെ കാണാൻ വരുന്നു. അങ്ങനെ യഥേഷ്ടം സ്വതന്ത്രമായ ഒരു ജീവിതം, അലക്ഷ്യമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എടുത്തു വളർത്തിയ പെൺകുട്ടിയാണെങ്കിലും ശരി, മാതാപിതാക്കൾ പേടിച്ച് അവിടുന്ന് വേറെ വീട്ടിലേക്ക് മാറി. ഇതിനിടയ്ക്ക് പിതാവ് മരിച്ചു, അമ്മ മാത്രമായി. ഇടയ്ക്ക് ഇവരുടെ ഈ വീട്ടിൽ വന്ന് കുട്ടിയെ ഒന്ന് നോക്കും, എന്തെങ്കിലും ആഹാരം കൊടുത്തിട്ട് പോകും. അവൾ യഥേഷ്ടം ചില സുഹൃത്തുക്കളുമായിട്ട് ആ വീട്ടിൽ കഴിഞ്ഞു. പലരും മാറി മാറി വന്നു. അവസാനം അനൂപ് എന്ന് പറഞ്ഞ ആളുമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടു. അങ്ങനെ ആ ബന്ധം തുറന്നു. അയാളൊരു ക്രിമിനലായിരുന്നു. അയാൾ പീരുമേട്ടിൽ കഞ്ചാവ് കടത്ത് കേസിലെ പ്രതി, തലയോലപ്പറമ്പിൽ 2 കേസിലെ പ്രതിയുമായിരുന്നു. അനൂപ് തലയോലപ്പറമ്പുകാരനായിരുന്നു, അയാൾ ക്രിമിനലായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ അയാളെ പരിചയപ്പെട്ടു. അയാളുടെ വാക്സാമർത്ഥ്യത്തിൽ ഇവള് വീണു. അയാൾ കൂടെ കൂടെ ഈ വീട്ടിൽ വരും. അങ്ങനെ ബന്ധപ്പെട്ടു. ഈ പെൺകുട്ടി ഇതിനു മുമ്പ് പ്രൈവറ്റ് ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പഠിക്കാനായിരിക്കും തോന്നുന്നു 2 ബസ് കണ്ടക്ടർമാരും പരിചയപ്പെട്ടു. അവര് ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടു, ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഏതായാലും ഈ കുട്ടി ഒരു 3-4 മാസം മുമ്പ് അവരെ പറ്റി ഒരു പരാതി കൊടുത്തു. അത് പോലീസ് അതിന് കേസെടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം ഇയാളിങ്ങനെ അനൂപ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആ വീട്ടിൽ വരും, താമസിക്കും, പോകും. അവിടുത്തെ വാർഡ് മെമ്പർ ഇത് മനസ്സിലാക്കി. അത് ശരിയായൊരു പോക്കല്ല എന്ന് അവർക്ക് തോന്നി. പക്ഷേ പ്രായപൂർത്തിയായ കുട്ടിയാണ്, 19 വയസ്സ് എത്തിയിട്ടുള്ളൂ. എങ്കിലും അവർ ഇടപെടാൻ മടിച്ചു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇപ്പം കണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച ഇയാൾ അവിടെ വന്നു. അയാൾ വരുന്ന CCTV ദൃശ്യത്തിൽ കാണാമായിരുന്നു. ഒരു ബൈക്കിൽ ഒരാൾ കൊണ്ട് വിട്ടതാണ്. അവിടെ താമസിച്ചു. അയാൾ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടു. ആ പെൺകുട്ടിയുടെ അമ്മ വന്ന് നോക്കുമ്പോൾ പെൺകുട്ടി സോഫയിൽ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അത് അർദ്ധനഗ്നയായിട്ടാണ് കിടക്കുന്നത്. തലയിൽ വലിയൊരു മുറിവ്, ബ്ലീഡ് ചെയ്ത് കിടക്കുന്നു. കയ്യിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്. അവിടുന്ന് രക്തം ഒഴുകിയിട്ട് ആ രക്തം ഒഴിയ സ്ഥലത്തെല്ലാം ഉറുമ്പുകൾ ധാരാളം അത് രക്തം കുടിച്ചുകൊണ്ട് കിടക്കുന്നു. പെൺകുട്ടി അർദ്ധനഗ്നയാണെങ്കിലും അവൾക്ക് അവളുടെ പ്രൈവറ്റ് ഏരിയയിൽ ബ്ലീഡിംഗ് ഉണ്ട്. ഏതായാലും അമ്മയും നാട്ടുകാരും എല്ലാവരും കൂടെ ഹോസ്പിറ്റലാക്കി. പെൺകുട്ടി അബോധാവസ്ഥയിലാണ്. അന്ന് മുതൽ അബോധാവസ്ഥയിലാണ്. 3-4 ദിവസമായിട്ട് അബോധാവസ്ഥ കിടന്നു. ഇന്ന് പെൺകുട്ടി മരിച്ചിരിക്കുന്നു. എന്താണ് ആ കുട്ടിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ആ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ മുതൽ അബോധാവസ്ഥയിലാണ്. ഏതായാലും അവിടെ പോയ പയ്യനെ ലൊക്കേറ്റ് ചെയ്ത് പോലീസ് അവനെ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് ചെയ്തു. അവൻ കുറ്റം സമ്മതിച്ചു. പെൺകുട്ടിയായിട്ട് സോഷ്യൽ മീഡിയ പരിചയപ്പെട്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് വരും അവന്. ഇപ്പം വന്ന് അവന് സെക്സ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾ സമ്മതിച്ചു. അയാൾ ഡ്രഗ്സ് അടിക്കുന്നവനാണ്. അയാൾ ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞ് ഈ രീതിയിലുള്ള പ്രവൃത്തി ധാരാളം ചെയ്യും. ഈ പെൺകുട്ടിയെ പതുക്കെ 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 ഡ്രഗ്സിന് അടിമയാക്കി. അവളും ഡ്രഗ്സ് കഴിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ വന്ന് താമസിച്ചിട്ട് പോകും. ഇപ്പം വന്നപ്പോൾ അവളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അവൾ വിസമ്മതിച്ചു. എന്തോ ഇയാൾ കയ്യിലിരുന്ന ചുറ്റിക കൊണ്ട് അവളുടെ തലക്കിട്ടടിച്ചു. തല പൊട്ടി രക്തം വാർന്നു. പെൺകുട്ടി അബോധാവസ്ഥയിലായി. അതിനുശേഷം അവനെ
ആ കുട്ടിയായിട്ട് ശാരീരിക ബന്ധം നടത്തി. ആ കുട്ടിക്ക് പ്രൈവറ്റ് ഏരിയയിൽ വലിയ ബ്ലീഡിംഗ് ഉണ്ടായി. എന്തായാലും ചോറ്റാനിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഈ അനൂപിനെ അറസ്റ്റ് ചെയ്തു. ഈ പെൺകുട്ടി ഇപ്പം 19 വയസ്സേ ഉള്ളൂ. ആ ബന്ധം തുടങ്ങിയിട്ട് 1-2 വർഷമായി. മൈനർ ആയിരിക്കുന്ന സമയത്തും ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 302 ആയി. ഇപ്പം 376A കൂടെ ചേർക്കേണ്ടി വരും. കാരണം പെൺകുട്ടി വെജിറ്റേഷൻ സ്റ്റേജിൽ ഏകദേശം തലക്കടി കൊണ്ട് കിടക്കുന്ന അവസരത്തിൽ ഇയാളെ കുട്ടിയെ ശാരീരികമായി ബലം പ്രയോഗിച്ച് ശാരീരികമായി ബന്ധപ്പെട്ടു. വെജിറ്റേഷൻ സ്റ്റേജിലാണ് ആ കുട്ടി, വെജിറ്റേറ്റീവ് സ്റ്റേജിലാണ്. ആ സമയത്ത് സെക്സ് ചെയ്ത 376A അനുസരിച്ച് ആണ് നടപടികൾ എടുക്കുക. 376, 376Aയും 302 ആയി കഴിഞ്ഞു. ഏതായാലും അനൂപ് എന്ന ആ ട്രക്ക് അഡിക്റ്റ്, അയാൾക്കും ആദ്യം ചെറുപ്പക്കാരൻ, ആദ്യം പ്രായമില്ല. അയാൾ ഈ കേസിന് പ്രതിയായി. അയാൾ ഇപ്പം തന്നെ അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. ഇപ്പം അയാളെ കസ്റ്റഡി വാങ്ങേണ്ടി വരും. കസ്റ്റഡി വാങ്ങിച്ച് 302 അന്വേഷണം പോലീസ് നടത്തേണ്ടി വരും, ചോറ്റാനിക്കര പോലീസ്. എന്തായാലും പെൺകുട്ടികൾ ഇതുപോലെ സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട് പലരും അവരുമായിട്ട് അവിഹിതമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക, അവരിന്ന് പണം ഊറ്റുകയും അവരെ മറ്റു പലർക്കും കാഴ്ചവെക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും നമുക്ക് ഇതുപോലെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാം കഠിനംകുളത്തുണ്ടായ സംഭവം. അവിടെ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയ കൂടി പരിചയപ്പെട്ടതാണ് ജോൺസൺ ഔസേപ്പ്. അയാൾ ആ കുട്ടിയെ കൊന്നത് നമുക്കറിയാം. അത് രഹസ്യമായിട്ട് ആ വീട്ടിൽ വന്ന് ആ പെൺകുട്ടിയെ കൊന്നിട്ട് പോയ അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ദൈനംദിനം കേരളത്തിൽ നടക്കുകയാണ്. എല്ലാം ലിവിങ് ടൂതറാണ്. അവർ ഏകദേശം സെക്സുമായിട്ട് നടക്കുകയാണ്. അവരെ മൈനറായ കുട്ടികളെ ഇതുപോലെ പീഡിപ്പിച്ച് ധാരാളം പേര് കൊല്ലപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മാറിക്കഴിഞ്ഞു. അത് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞു. ഏതായാലും കേരളത്തിലെ ആധുനിക ചിന്തകരും എഴുത്തുകാരും ഒക്കെ പ്രതികരിച്ചു തുടങ്ങും. രാഷ്ട്രീയ നേതാക്കന്മാരെ വലിയ പ്രതീക്ഷയില്ല എനിക്ക്. കാരണം ഈ രീതിയിലുള്ള മാറ്റത്തിന് അവർ ഏത് പാർട്ടി ആയാലും ശരി, അവരൊക്കെ കാരണക്കാരാണ്. ഈ കുട്ടികളെ മുഴുവൻ വയലൻസിലേക്കും ഫ്രീ സെക്സിലേക്കും കോളേജ് സ്കൂൾ നിലവാരത്തിൽ അവരെ രാഷ്ട്രീയം പഠിപ്പിച്ച് അങ്ങനെ വയലൻസിലേക്ക് അവരെ കൊണ്ടുവരികയാണ്. അവരവർക്ക് പാർട്ടികൾക്ക് അണികൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിന് കിട്ടില്ല. എതിരായിട്ട് പ്രസംഗിക്കുമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ പ്രബുദ്ധരായ കേരളത്തിലെ സാമൂഹികമായ മതപരമായ നിൽക്കുന്ന നേതാക്കന്മാർ ഇടപെട്ടിട്ട് നമ്മുടെ സമൂഹത്തിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റി മറിക്കണം. നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. കുടുംബാന്തരീക്ഷം മുഴുവൻ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാവണം. അവിടെ മാതാപിതാക്കൾ പറയുന്നത് കുട്ടികൾ കേൾക്കണം. മാതാപിതാക്കൾ മാത്രമല്ല, കോളേജ് സ്കൂളിൽ അധ്യാപകർ പറയുന്നതും വിദ്യാർത്ഥികൾ കേൾക്കണം. അവരെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അവരെ തല്ലാനും അടിക്കാനും പോകുന്നതല്ല വിദ്യാഭ്യാസം, അത് രാഷ്ട്രീയ ചിന്തയാണ്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും രാഷ്ട്രീയപരമായി ഉള്ള വളർച്ചയാണ് കുട്ടികൾക്കുള്ളൂ. സാമൂഹികപരമായ വളർച്ചയില്ല, സാമുദായികപരമായ വളർച്ചയില്ല, വിദ്യാഭ്യാസപരമായ വളർച്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്.